മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ബി ലൈക്ക് എ കാറ്റലിസ്റ്റ്, ക്രിയേറ്റ് ചേഞ്ച് വിത്തൗട്ട് ലോസിങ് യുവർ സെൽഫ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോവാലൻ്റ് ബോണ്ടിങ്ങിനെ കുറിച്ചാണ്. എന്താണ് കോവാലൻ്റ് ബോണ്ടിങ്? വാട്ട് ഈസ് കോവാലൻ്റ് ബോണ്ടിങ്? നിങ്ങൾക്കറിയാമോ? നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനു മുമ്പായിട്ട് അയോണിക് ബോണ്ടിങ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചതൊന്ന് നോക്കാം. അയോണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ഓപ്പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ് ഇൻ ആൻ അയോണിക് കോമ്പൗണ്ട് ഇസ് കോൾഡ് ആൻ അയോണിക് ബോണ്ട്. അതായത് രണ്ട് ബോണ്ടുകളെ തമ്മിൽ എന്തോ ചെയ്യുന്നു? രണ്ട് ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസിനെ തമ്മിൽ കൂടി ചേർന്നിട്ട് അവരെന്തോ ഫോം ചെയ്യുമെന്നറിയാമോ? ഒരു അയോണിക് ബോണ്ട് എന്നുള്ള ഒരു ബോണ്ടിങ് അവിടെ രൂപപ്പെടുന്നു. അതിന് സഹായിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അവർ രണ്ട് ഓപ്പോസിറ്റ് ചാർജുള്ള ആൾക്കാരെ തമ്മിൽ കൂടിച്ചേരാൻ വേണ്ടി സഹായിക്കുന്നത്. ഇവിടുത്തെ കേസിൽ നമ്മുടെ സോഡിയവും ക്ലോറിനും, ഈ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11ഉം ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17ഉമാണ്. അന്നേരത്തേക്ക് സോഡിയം എന്തോ ചെയ്യും? സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281ഉം ക്ലോറിൻ്റെ 287ഉമാണ്. ശരിയല്ലോ? നമുക്കറിയാം സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ ഇവിടെ ആവശ്യമുണ്ട്? 8 ഇലക്ട്രോണാണ് വേണ്ടത് ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി. എന്നാൽ സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ സോഡിയം എന്തോ ചെയ്യും? സ്റ്റേബിൾ ആവുകയും ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ അതോടുകൂടി സ്റ്റേബിൾ ആവുകയും ചെയ്യുന്നു. സോഡിയത്തിന് 2,8 മാറുന്നു, ക്ലോറിൻ 2,8 മാറുന്നു. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന സമയത്ത് സോഡിയം പോസിറ്റീവ് ചാർജിൽ ലഭിക്കുന്നു. ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുന്ന സമയത്ത് Cl- കിട്ടുന്നു. Na+ എന്നുള്ള കാറ്റയോൺ സോഡിയത്തിന് ആവുന്നു. Cl- എന്നുള്ള ആനയോൺ അവിടെ ക്ലോറിനും കിട്ടുന്നു. ഈ അയോണിക് ബോണ്ടിങ്ങിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഇലക്ട്രോ വാലൻ്റ് ബോണ്ടിങ് എന്ന്. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അടുത്തതായിട്ട് നമ്മുടെ സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കോവാലൻ്റ് ബോണ്ടിങ്ങിൻ്റെ കേസിൽ നമ്മൾ പറയാവുന്ന ഒരു മെയിനായിട്ടുള്ള ടോപ്പിക്കാണ് ഇലക്ട്രോൺ ഡയഗ്രാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വെച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അവിടുത്തെ വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത്, എങ്ങനെയാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ വരുന്നത് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇലക്ട്രോൺ ഡയഗ്രത്തിലാണെങ്കിൽ സോഡിയം ക്ലോറിൻ തന്നെയാണ് നമ്മളിവിടെ എക്സാമ്പിൾ എടുക്കുന്നത്. സോഡിയത്തിൽ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഇലക്ട്രോണിനെയും ക്ലോറിൻ എന്തോ ചെയ്യുന്നു? വാങ്ങിക്കുന്നു. സോഡിയം Na+ ആയിട്ട് മാറുന്നു, Cl- ആയിട്ട് മാറുന്നു, 2,8 മാറി ഏത് സോൾട്ട് ഫോം ചെയ്യുന്നു? സോഡിയം ക്ലോറൈഡ് NaCl എന്നുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഒരു ഇലക്ട്രോണിനെ അവിടെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് പറയാം അയോണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ഇലക്ട്രോണിനെ അവിടെ നിന്നും വാങ്ങിക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നു. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും, മറ്റൊരാൾക്ക് ഏതും കിട്ടും? നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. അതാണ് നമ്മുടെ അയോണിക് ബോണ്ടിങ്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ടോപ്പിക്കാണ് കോവാലൻ്റ് ബോണ്ടിങ്. കോവാലൻ്റ് ബോണ്ടിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. ഫോർമേഷൻ ഓഫ് ഫ്ലോറിൻ മോളിക്യൂൾ. ഫ്ലോറിൻ മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. ഫ്ലോറിൻ്റെ അറ്റോമിക് നമ്പർ അറിയാം, 2,7 ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അറ്റോമിക് നമ്പർ 9 വരുന്നത്. ശരിയല്ലയോ? അന്നേരത്തേക്ക് നമുക്ക് നോക്കാം ഫ്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നു. അങ്ങനെ 2 ഫ്ലോറിൻ മോളിക്യൂളിനെ എടുക്കുക. 2 പേർക്കും ഓരോ ഇലക്ട്രോൺ വീതം വേണം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സ്റ്റേബിൾ ആവാൻ വേണ്ടി ഓരോ ഇലക്ട്രോണിനെ ഇനി ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മുടെ 2 ഫ്ലോറിനും എന്തോ ഇത് പരസ്പരം ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിട്ട് അവരെന്തോ ഫോം ചെയ്ത് ഒരു കോവാലൻ്റ് ബോണ്ടിങ്ങിലൂടെ ഒരു ബോണ്ടിങ് അവിടെ ഫോർമേഷൻ നടന്നു. അങ്ങനെ നമ്മുടെ FF മോളിക്യൂൾ ഫോം ചെയ്യുന്നു. ഏതിൻ്റെ സഹായത്തോടു കൂടി? ഫ്ലോറിൻ മോളിക്യൂളിൻ്റെ, അതായത് ഫ്ലോറിൻ മോളിക്യൂൾ കോവാലൻ്റ് ബോണ്ടിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഓരോ ഇലക്ട്രോണിനെ വീതം അവരെന്ത് ചെയ്തു? പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ഒക്ടറ്റ് സ്റ്റെബിലിറ്റി അവർ അറ്റൈൻ ചെയ്യുന്നു.
എന്നിട്ട് നമുക്കറിയാം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ കമ്പൈനിങ് ആറ്റംസ് ഈസ് കോൾഡ് എ കോവാലന്റ് ബോണ്ടിങ്. നമ്മൾ പറഞ്ഞല്ലോ ഇലക്ട്രോൺസിനെ പരസ്പരം അവരെന്തോ ചെയ്യുക, ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ടിങ് എന്നും. കോവാലന്റ് ബോണ്ടിങ്ങിൽ നമുക്കറിയാം ഒരു പെയർ ഇലക്ട്രോണിനാണ് അവിടെ ഷെയർ ചെയ്യുമെങ്കിൽ അതെന്തുമായിരിക്കും, സിംഗിൾ ബോണ്ട് ആണെന്ന് പറയാം. സിംഗിൾ ബോണ്ടിൽ നമ്മൾ ഒരു ചെറിയ സ്മോൾ ലൈൻ ഇട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു ചെറിയ വര ഇട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ ഫ്ലൂറിൻ മോളിക്യൂളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എഫ്, സിംഗിൾ ബോണ്ട് എഫ്. കണ്ടല്ലോ, അങ്ങനെ ആയിരിക്കും. അവർ കണ്ടില്ലായിരുന്നു, നമ്മൾ ഓരോ ഇലക്ട്രോണിനെ വീതമാണ് അവർ ഷെയർ ചെയ്ത്, അങ്ങനെ എ പെയർ ഓഫ് ഇലക്ട്രോണിനെ അവർ ഷെയർ ചെയ്ത് ഒരു സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു കോവാലന്റ് ബോണ്ടിങ് ആണ് ഫ്ലൂറിൻ മോളിക്യൂളിൻ്റെ കേസിൽ ഫോം ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഓക്സിജൻ മോളിക്യൂളിൻ്റെ കേസിൽ എങ്ങനെയാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നതെന്ന്. നമുക്കറിയാം ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6 ആണ്, 2 6 ആണ്, ശരിയല്ലയോ? അന്നേരത്തേക്ക് നമ്മുടെ ഔട്ടർ മോസ്റ്റിൽ 6 ഇലക്ട്രോൺസ് ഓക്സിജൻ ഉണ്ട്. അങ്ങനെ ഇനി അവർക്ക് സ്റ്റേബിൾ ആവാൻ വേണ്ടി 2 ഇലക്ട്രോണിനെ വീതം ആവശ്യമുണ്ട്. അവരെന്തോ ചെയ്തു, 2 ഇലക്ട്രോണിനെ വീതം പരസ്പരം എന്തോ ചെയ്തു, ഷെയർ ചെയ്തു. ഒരു ഓക്സിജനും 2 ഇലക്ട്രോണിനെ ചെയ്തു, മറ്റൊരു ഓക്സിജനും 2 ഇലക്ട്രോണിനെ വെച്ച് ഷെയർ ചെയ്തു. അങ്ങനെ അവരെന്തോ ഫോം ചെയ്തു, ഓക്സിജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. കണ്ടല്ലോ, ഒരു 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് വെച്ച് അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്ത ഒരാളാണ് നമ്മുടെ ആരെന്ന് പറഞ്ഞാൽ ഓക്സിജൻ മോളിക്യൂൾ. എ ഡബിൾ ബോണ്ട് ഈസ് ദ കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് 2 പെയർ ഓഫ് ഇലക്ട്രോൺസ്. 2 പെയർ ഓഫ് ഇലക്ട്രോൺസിന് വീതമാണ് അവരെന്തോ ചെയ്തത്, കോവാലന്റ് ബോണ്ടിങ്ങിലൂടെ ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്ത് കോവാലന്റ് ബോണ്ടഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ട് ഓക്സിജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കേസ് കൂടെ നോക്കാം. നൈട്രജൻ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ ഓഫ് നൈട്രജൻ മോളിക്യൂൾ. നൈട്രജൻ മോളിക്യൂൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താണ് നൈട്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതായത് നൈട്രജൻ മോളിക്യൂളിൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 5 ആണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അന്നേരം നമ്മൾ എന്തോ ചെയ്തു, 2 പേർക്കും 3 ഇലക്ട്രോൺ വീതം വേണം. അങ്ങനെ നമ്മുടെ 2 നൈട്രജനും എന്തിന് തീരുമാനിച്ചു, ഷെയറിങ്ങിലേക്ക് തീരുമാനിച്ചു. ഷെയറിങ്ങിന് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം കോവാലന്റ് ബോണ്ടിങ് ആണ് അവിടെ എടുക്കുന്നതെന്ന്, ശരിയല്ലയോ? കോവാലന്റ് ബോണ്ടിങ് വഴി അവർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുക. അങ്ങനെ 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ആയിരിക്കും നമ്മുടെ നൈട്രജൻ മോളിക്യൂള് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കോവാലന്റ് ബോണ്ടിങ് അവിടെ ലൂടെ നമ്മുടെ നൈട്രജൻ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രിപ്പിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് 3 ബോണ്ട്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. 3 ഇലക്ട്രോണിനെ 3 ഇലക്ട്രോൺ പെയേഴ്സിനെയാണ് ഇവരെന്ത് ചെയ്ത് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ട്രിപ്പിൾ ബോണ്ട് കോവാലന്റ് മോളിക്യൂളാണ് ഏതിൻ്റെ കേസിൽ വരുന്നത്, നൈട്രജൻ മോളിക്യൂളിൻ്റെ കേസിൽ വരുന്നതെന്നും പറഞ്ഞു. ഇനി നമുക്ക് അതിനകത്ത് നിന്നുള്ള മറ്റൊരെണ്ണമാണ് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ. ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂളിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം, എത്ര ആയിരിക്കും, 1 ആണ്. ക്ലോറിൻ്റെ എത്ര ആയിരിക്കും, 7 ആണല്ല. ഔട്ടർ മോസ്റ്റ് 7 ഇലക്ട്രോൺ ഉണ്ട്, 17 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോണും ക്ലോറിൻ്റെ 7 ഇലക്ട്രോണും, ശരിയല്ലേ? ഔട്ടർ മോസ്റ്റിലുള്ള 7 ഇലക്ട്രോൺ. അങ്ങനെ നമ്മുടെ ഈ ഹൈഡ്രജനും ക്ലോറിനും കൂടെ ഓരോ ഇലക്ട്രോണിനെ വീതം ഷെയർ ചെയ്ത് എ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് 1 പെയർ ഓഫ് ഇലക്ട്രോണിനെ മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ, ആണല്ലോ. ആരൊക്കെയാണ്, നമ്മുടെ ഹൈഡ്രജനും ക്ലോറിനും ഓരോ ഇലക്ട്രോണിനെ വെച്ച് ഷെയർ ചെയ്തുകൊണ്ട് അവർ ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂള് ഫോം ചെയ്യുന്നു. എ സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഈസ് ഫോംഡ്. ഇനി അടുത്ത് അതേപോലെ തന്നെ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. വാട്ടർ മോളിക്യൂള് നമ്മുടെ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ അറിയാൻ നമുക്ക് എത്ര ആയിരിക്കും, 1 ആണ്. അങ്ങനെ നമ്മുടെ ഇവിടെ വാട്ടർ മോളിക്യൂൾ ആകുമ്പോൾ H2O ആണ് വരുന്നത്. 2 ഹൈഡ്രജൻ ഉണ്ട്, 2 എണ്ണം ആകുമ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ്റെ കേസിലാണെങ്കിൽ 8 ആണ് അറ്റോമിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല, അറ്റോമിക് നമ്പർ 8ഉം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ 2 6 ആണ്. അങ്ങനെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിലാണെങ്കിൽ 6 ഇലക്ട്രോൺ വീതമുണ്ട്. അങ്ങനെ
ടോട്ടലായിട്ട് അവരാണെങ്കിൽ എന്ത് ചെയ്തു, 2 ഇലക്ട്രോണിനെ വീതം ഷെയർ ചെയ്തുകൊണ്ട് വാട്ടർ മോളിക്യൂൾ അവിടെ ഫോം ചെയ്തു. കണ്ടല്ലോ, ക്ലിയർ ആയോ എല്ലാവർക്കും? എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ കോവാലന്റ് ബോണ്ടിങ് ആർ കോൾഡ് കോവാലന്റ് കോമ്പൗണ്ട്സ്. വെൻ നോൺ മെറ്റൽസ് കമ്പൈൻ ടുഗദർ യൂഷ്വലി കോവാലന്റ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ്. അതായത് നമുക്കറിയാം കോമ്പൗണ്ടുകൾ എങ്ങനെയായിരിക്കും, കോവാലന്റ് ബോണ്ടിങ്ങിലൂടെ നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കോവാലന്റ് കോമ്പൗണ്ട് എന്നും, അതേപോലെ തന്നെ നോൺ മെറ്റൽസ് തമ്മിൽ പരസ്പരം കൂടിച്ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു, നമ്മുടെ കോവാലന്റുകൾ രൂപപ്പെടുന്നു, കോവാലന്റ് കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ച കോവാലന്റ് കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. കോവാലന്റ് കോമ്പൗണ്ട് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. നമുക്കറിയാം നമ്മുടെ കോവാലന്റ് ബോണ്ടിങ് ആണെങ്കിൽ, കോമ്പൗണ്ട്സ് ആണെങ്കിൽ സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും നിലനിൽക്കുന്നത്. അവർ പൊതുവെ ദേ ആർ ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ പൊതുവെ എന്താണ്, ലയിക്കാത്തവരായിരിക്കും നമ്മുടെ കോവാലന്റ് ബോണ്ടിങ്. എന്നാൽ നമ്മുടെ അയോഡിക് ബോണ്ടിങ് ആണെങ്കിൽ വെള്ളത്തിൽ സോലുബിൾ ആണ്. They are soluble in organic solvents like kerosene, carbon tetrachloride, benzene etc. ഇവർ വാട്ടറിൽ ഇൻസോലുബിൾ ആണെങ്കിൽ നമ്മുടെ ഓർഗാനിക് സോൾവെൻ്റ് ആയിട്ടുള്ള കെറോസിൻ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസിൻ പോലെ തുടങ്ങിയ സാധനങ്ങളിൽ ലയിക്കുന്ന ആൾക്കാരായിരിക്കും സോലുബിൾ ആണ്. അതേപോലെ കോവാലന്റ് കോമ്പൗണ്ടിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും വളരെയധികം കുറവായിരിക്കും, വെരി ലോ. ഈ കോവാലന്റ് കോമ്പൗണ്ട്സ് ആർ ജനറലി എന്തുമായിരിക്കും, നോട്ട് കണ്ടക്ടേഴ്സ്, അതായത് പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയും ആയിരിക്കും. അതായത് നമുക്ക് പറയാം കോവാലന്റ് ബോണ്ടിങ് ഈസ് എ ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ഇൻ വിച്ച് 2 atoms ഷെയർ 1 or more pairs of electrons to form a molecule. കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം, കെമിക്കൽ ബോണ്ടിങ് വഴി തന്നെയാണ് അവർ കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാകുന്നത്. എങ്ങനെയായിരിക്കും എന്നറിയാമോ, 2 or 2 ഇലക്ട്രോൺസ് തമ്മിൽ ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും അവരൊരു മോളിക്യൂള് ഫോം ചെയ്യുന്നത്. അതിനുവേണ്ടി സഹായിക്കുന്ന ഏത് ബോണ്ടിങ് ആണ്, കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും. പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും അവർ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. ഓക്കെ, എല്ലാവർക്കും പഠിപ്പിച്ച് ക്ലിയർ ആയല്ലോ. ഇനി നമുക്കെന്നാൽ 2 ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ കോവാലന്റ് ബോണ്ടിങ്? നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്, പരസ്പരം 1 or 2 more ഇലക്ട്രോൺസ് വിച്ച് ബിക്കംസ് ഷെയർഡ്, ശരിയല്ലയോ, ആൻഡ് ഫോംസ് ഏതായിരിക്കും, കോവാലന്റ് കോമ്പൗണ്ട്. ഓക്കെ, വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് കോവാലന്റ് ബോണ്ടിങ്? ഏതൊക്കെയാണ് നമ്മുടെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാമല്ലോ. H2, F2, N2, HCl തുടങ്ങിയല്ല എക്സെട്ര ആർ ദ എക്സാമ്പിൾ ഓഫ് കോവാലന്റ് ബോണ്ടിങ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോവാലന്റ് ബോണ്ടിങ്? എന്താണ് പ്രത്യേകതകൾ കോവാലന്റ് ബോണ്ടിങ്? നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഏതൊക്കെയാണ്, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഈസ് വെരി ലോ. പിന്നെ അതേപോലെ ദേ ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഏതായിരുന്നു, ദേ ആർ സോലുബിൾ ലൈക്ക് ഓർഗാനിക് സോൾവെൻറ്റ്സ് ലൈക്ക് കെറോസിൻ, കാർബൺ ടെട്രാക്ലോറൈഡ് എറ്റ്സെട്ര. ഓക്കെ, ദേ ആർ ദ സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോവാലന്റ് ബോണ്ടിങ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇനി ബുക്ക് എടുത്തുകൊണ്ട് ഇരിക്കണേ. ബുക്ക് എടുത്തിട്ട് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് എഴുതണം, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ കാണിക്കണം. റെപ്രസെൻറ്റ് ദ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ. നമ്മളിപ്പോൾ പറഞ്ഞ HCl മോളിക്യൂളെ പോലെ തന്നെ നിങ്ങൾ ബുക്കിൽ എങ്ങനെയാണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് HF മോളിക്യൂള് ഫോം ചെയ്യുന്നത് കൊണ്ട് വരച്ചുകൊണ്ട് വരിക. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോഴത്തേക്ക് എല്ലാവർക്കും നന്ദി, താങ്ക് യു.